അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് പേരുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറാൻ കാരണമായ ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഒരുപാട് പേര്, നമ്മെ അറിയുന്ന ഒരുപാട് പേര് എന്നോട് അതിൻ്റെ ഫലം എന്നുമായി അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. കാരണം നമ്മൾ തമ്മിൽ അറിയൂലല്ലോ, ഈ ഒരു ഫോണിലൂടെയുള്ള ഈ ബന്ധം മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഫലം, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻ്റായിട്ട് അറിയിക്കണേ. കാരണം അത് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രയോജനമാവട്ടെ. കാരണം അത്രക്കും മഹത്വവും പ്രതിഫലവും നിറഞ്ഞ, നമുക്ക് ചൊല്ലാൻ എളുപ്പം, ചൊല്ലിയാൽ ഫലം ഉറപ്പായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം, ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിപത്ത് തടയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത്, അതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല, അത്രക്കുമുണ്ട്. ആ സ്വലാത്തിൻ്റെ പേരാണ് നാരിയത്ത് സ്വലാത്ത്. ഈ സ്വലാത്തിനെ മുത്തുനബിയുടെ പേരിൽ തവസ്സുൽ ചെയ്ത് ഈ സ്വലാത്തിനെ 4444 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ എന്തൊരു ആവശ്യമാണോ, എന്തൊരു ആഗ്രഹമാണോ, എന്ത് ലക്ഷ്യമാണോ അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. അതിലൊരു സംശയവും വേണ്ട. ഒരുപാട് പേര് അങ്ങനെ ഈ 4444 പ്രാവശ്യം നേർച്ചയാക്കി ചൊല്ലിയിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയതായിട്ട് എൻ്റെ പരിചയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒന്ന് ചൊല്ലി നോക്കി. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ ഈ ഒരു മാർഗം, ഈ ഒരു ഇസ്ലാമിക് ടിപ്സ് വളരെയധികം നമുക്ക് പ്രയോജനകരമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സ്വലാത്തിനെ നമ്മൾ 5 വക്ത് നിസ്കരിക്കുമല്ലോ. ഈ 5 വക്ത് നിസ്കാര ശേഷം 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ, കാരണം അത് നിത്യേന ദിവസവും നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ അത് തുടർന്നു കൊണ്ടേയിരുന്നാൽ, ഈ ഒരു സ്വലാത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ 5 വക്ത് നിസ്കാര ശേഷം 11 തവണ, കുറേ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ഒരു അമലായിട്ട് കൊണ്ട് നടന്നാൽ നമ്മുടെ ഉന്നത സ്ഥാനങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഐശ്വര്യമുള്ള അധികാരങ്ങളും വന്നെത്തുന്നതാണ്. ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും നിറഞ്ഞ ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നിസ്കാരശേഷം എല്ലാ ദിവസവും സുബഹ് നിസ്കാരശേഷം 41 പ്രാവശ്യം പതിവാക്കുന്നവരുടെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുന്നതാണ്. എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇത് പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഉദ്ദേശിച്ചതിലുപരി ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. അത്രക്കും മഹത്വമുള്ള ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. അതുപോലെ തന്നെ ആരെങ്കിലും ഈ സ്വലാത്തിനെ മുർസലീങ്ങളുടെ എണ്ണം കണക്കെ, അഥവാ 313 പ്രാവശ്യം പതിവാക്കിയാൽ അവനു രഹസ്യങ്ങൾ വെളിപ്പെടുകയും അവൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നെല്ലാം മുക്തി നേടുകയും ചെയ്യും. അപ്പോൾ അത്രക്കും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞാൽ തീരില്ല. സ്വലാത്ത്
ഈ നാരിയത്ത് സ്വലാത്ത് തീപാറും വേഗത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. മുത്തുനബിയെ മുൻനിർത്തി മുത്തുനബിക്ക് തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മൾ നാരിയത്ത് സ്വലാത്തിനെ നമ്മൾ ഒരു എണ്ണം കണക്കാക്കി ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അകലുന്നതാണ്. നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് ജീവിത ലക്ഷ്യം കൈവരിക്കാൻ ഇതിലുപരി വേറൊരു മാർഗം ഉണ്ടാവില്ല. കാരണം നാരിയത്ത് സ്വലാത്ത് തീപാറും വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരാൻ കാരണമായ നല്ലൊരു സ്വലാത്താണ്. വളരെയധികം പവർഫുള്ളായ സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ ഇങ്ങനെ ചെയ്തിട്ട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.